പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ പേര് ഓമന എന്നാണ്. ഞാൻ കട്ടയ്ക്കോട് നാടുകാണി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ ജീവിതാനുഭവം അല്പം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചിട്ട് വർഷങ്ങളായി. എന്നാൽ നമുക്കെല്ലാം തികഞ്ഞ് വരുന്ന ഒരനുഭവമില്ല. കഷ്ടതയാകുന്ന തീച്ചുളയിലൂടെയൊക്കെ കടന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. ഇനിയും ചില അനുഭവങ്ങളുണ്ട്. കാരണം ഏത് സാഹചര്യത്തിനും ഞാനൊരു ബന്ധകസ്തരിയായി തീരേണ്ടി വന്നത് വളരെ കഷ്ടതയിലൂടെയാണ്. പൈശാചികമായിട്ടുള്ള ബന്ധനത്തിലൂടെയും എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാന സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത സ്ഥാനത്തിൽ, ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു പോകേണ്ടതായ സ്ഥാനത്തിൽ എൻ്റെ യേശുപ്പച്ചനെ കണ്ടുമുട്ടുവാനും കർത്താവിനെ ആരാധിപ്പാനും യേശുപ്പിന് വേണ്ടി ഇറങ്ങിത്തിരിപ്പാനും കർത്താവ് വിളിച്ച് വേർതിരിച്ചത് എന്നെ 1991 ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ്. അന്ന് മുതലും കർത്താവ് നിർത്തിയിരിക്കുന്നു. പിന്നെ തുടർന്ന് ഞാനങ്ങനെ ഇറങ്ങിത്തിരിച്ച് ചില വർഷങ്ങളായി. കുടുംബത്തിലെല്ലാവരും രക്ഷിക്കപ്പെടുവാൻ വളരെയേറെ ഉപവാസവും പ്രാർത്ഥനയും കഠിനാധ്വാനമായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും രക്ഷിക്കപ്പെട്ടിരുന്നു. എല്ലാവരും ഓരോരോ പല സഭകളിലും പോകുന്നതേ ഉള്ളൂ. അവരെല്ലാവരും വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിട്ട് ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളാക്കി തീരുവാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. എന്നാൽ എനിക്ക് വളരെയേറെ കഷ്ടതകൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുവാനിടയായി. എന്നാലും അവിടെയും പിടിച്ചു നിന്നു. CSI പള്ളിയിലായിരിക്കുമ്പോൾ CSI പള്ളിയിലുള്ള അച്ഛനൊക്കെ എന്നെ എതിർത്ത് നിർത്തും. പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്കൊക്കെ ഞാൻ ഓടുമ്പോൾ എന്ന് പറഞ്ഞ് പല വട്ടപ്പേരിട്ട് വിളിച്ചാണ് അവിടെ പോകുന്നത്. പെണ്ണാളന്മാരാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞെനിക്ക് എന്നോട് എതിർക്കുകയും വളരെ പ്രശ്നങ്ങളുണ്ടാകുകയും ചെയ്തതിൻ്റെ മധ്യത്തിലും വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് കരയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ അപ്പനും അമ്മയും 7 മക്കളും അടങ്ങുന്ന കുടുംബമാണ്. 8 മക്കളുണ്ട്. 2 പേര് മരിച്ചുപോയി. ഇപ്പോൾ ഞങ്ങൾ 5 മക്കളുണ്ട്. എല്ലാവരും സ്നാനപ്പെട്ട്, മരിച്ച ചേച്ചിയും സ്നാനപ്പെട്ട് ദൈവകൃപയിലായിരുന്നു തന്നെയാണ്. പ്രത്യാശയുടെ പാട്ടുപാടി. ആ ചേച്ചിയുടെ ഭർത്താവ് ഒരു പാസ്റ്ററാണ്. ആ ചേച്ചി പാട്ടുപാടി പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ എനിക്കിഷ്ടമുള്ളൊരു പാട്ട് പാടണമെന്ന് പാട്ടുപാടി പ്രത്യാശയുടെ ഭക്തരങ്ങളുണരുന്നു വന്നുദിക്കുമ്പോൾ ലക്ഷസേ ഓർക്കും തോറും രമ്യം എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് ചേച്ചി മരിക്കുവാനിടയായി. അങ്ങനെ ദൈവം നല്ല മരണം കൊടുത്ത് ചേച്ചിയെ കർത്താവ് സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 8 വർഷമായി ചേച്ചിയുടെ മരണമായി സംഭവിച്ചിട്ട്. അങ്ങനെ എന്നിൽ കൂടെ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം രക്ഷയിലേക്ക് കൊണ്ടുവരാനിടയായി. ഓരോരുത്തരും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി കഠിനോപവാസവും പ്രാർത്ഥന തന്നെയായിരുന്നു. യേശുപ്പച്ചൻ്റെ കരുണയാലും കൃപയാലും അപ്പൻ്റെ മറ്റൊരു വലിയൊരു മധ്യസ്ഥനായ നമ്മുടെ യേശുപ്പച്ചനാണ്. അപ്പച്ചൻ്റെ കൃപയാലും മധ്യസ്ഥയാലും എല്ലാവരെയും കർത്താവ് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് സമയം ചേരുവാനും ദൈവം കൃപയെ സഹായിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ദൈവവചനം പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ്. വെള്ളി പൊന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് ഇത്രയും ഞാൻ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അങ്ങനെ ഞാനും എനിക്ക് മാലയും കമ്മലൊക്കെ ഉണ്ടായിരുന്നു, സ്വർണ്ണ കമ്മലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്വർണ്ണാഭരണം അണിയുന്നതിന് വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ആഭരണം ഊരി മാറ്റി ഒരു കുളക്കട പോലത്തൊരു സ്ഥലത്ത് പോയി സ്നാനമേറ്റ് കയറി വരുന്നതായിട്ടുള്ള ഒരു കാഴ്ച ഉണ്ട്. എനിക്ക് സ്നാനമാണെന്താണെന്ന് അറിയില്ലായിരുന്നു. CSI പാരമ്പര്യ ക്രിസ്ത്യാനിയായിരുന്നു. എനിക്കന്ന് വയസ്സും വളരെ ചെറുപ്പമാണ്. വളരെ ഒരു 17-18 വയസ്സൊക്കെ വരും ആ സമയത്ത്. ഇപ്പോൾ എനിക്ക് 53 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ ദർശനം കണ്ടപ്പോൾ ഈ കണ്ട ദർശനത്തിൻ്റെ വിശ്വാസത്താൽ ഞാൻ പോയി പാസ്റ്ററോട് പറഞ്ഞു, എനിക്ക് സ്നാനമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ പറഞ്ഞു, കുഞ്ഞെ, വിശ്വാസത്തിൽ എല്ലാവരും വരാതെ എങ്ങനെ സ്നാനം തരും? എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ എതിർപ്പുണ്ടാകുമല്ലോ എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും പോയി പ്രാർത്ഥിച്ച് ചില നാൾ കഴിയുമ്പോൾ സ്നാനമേൽക്കണമെന്ന് കർത്താവ് ദർശനം തന്നതിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ ചെവിയെ
കമ്മലിടുന്ന ഭാഗം പഴുത്ത് ജീർണിച്ച് ഷോൾഡറിൽ വന്ന് വീഴും. അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ വീഴും. ആ വീഴുന്ന ഭാഗം അത്രയും പിന്നെ പുണ്ണുകളാൽ പരിക്കുകളുണ്ടാകും. അവിടെ പഴുത്ത് പൊട്ടുവാനിടയായിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. സ്വർണം മാറ്റി തന്നെ സ്നാനപ്പെട്ട് സ്വർണം മാറ്റി തന്നെ യേശുവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു നിയോഗം ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ കർത്താവ് അങ്ങനെ തന്നെ ചെയ്ത് ചില നാൾ കഴിയുമ്പോൾ സ്വർണ്ണാഭരണം മാറ്റി സ്നാനപ്പെടാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ തീരുമാനിക്കുമ്പോൾ ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ച്, എന്നെ കളിയാക്കുന്ന എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ആദ്യം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം, അതിനുശേഷം എനിക്ക് സ്നാനം തരണം കർത്താവേ എന്ന് പ്രാർത്ഥിപ്പാനിടയായി. അങ്ങനെ എൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവർ എന്നെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് സ്നാനപ്പെട്ടത്. ഞങ്ങൾ 7 മക്കളും അപ്പൻ അമ്മ, അങ്ങനെ 9 പേരും 2 പ്രാവശ്യം ഒരു ദിവസം സ്നാനം എടുക്കാനിടയായി ഒരുങ്ങിയതാണ്. അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു അബോധാവസ്ഥയുണ്ടായി. ബോധം വിട്ട് വീണു. സ്നാനപ്പെടാൻ കഴിയാതെ സാത്താന്യമായിട്ടുള്ളൊരു പോരാട്ടമുണ്ടായി. അങ്ങനെ തളർച്ചയായിട്ട് വീണു. ബാക്കി സ്നാനപ്പെടാൻ വന്നതിനെല്ലാം സ്നാനപ്പെടുവാനിടയായി. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പം പിന്നെ അടുത്ത സമയത്താണ് എനിക്ക് സ്നാനപ്പെടേണ്ടത്. ഞാൻ ദൈവത്തോട് പറയുമായിരുന്നു, കർത്താവേ എന്നെ കളിയാക്കുന്ന അവർക്കറിയില്ല, ആരാധിക്കുന്നു പ്രാർത്ഥിക്കുന്നു കളിയാക്കുന്നവർ സ്നാനപ്പെട്ടതിന് ശേഷം എനിക്ക് ആദ്യം അവർ തന്നെ സ്നാനപ്പെടാം. ആ നിയോഗം ദൈവത്തിൻ്റെ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്കങ്ങനെ ഒരു തടസ്സം വന്നതും. പിന്നെ അവരാദ്യം തന്നെ സ്നാനപ്പെടുവാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചതുപോലെ ദൈവം നടത്തി. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ എൻ്റെ യേശുപ്പച്ചൻ വലിയ അത്ഭുതം തന്നെ ചെയ്യാനിടയായി. പിന്നത്തെ ഞങ്ങൾ ഒരുമിച്ച് ബാക്കി സഹോദരങ്ങളും മാതാപിതാക്കളൊക്കെ പിന്നെ ഒരുമിച്ച് സ്നാനപ്പെടുവാനിടയായി. അങ്ങനെ ഞങ്ങൾ സ്നാനമേറ്റ് ദൈവസേന ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ വ്യക്തിയാണ് ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ ചേച്ചിയും കൂടെ. ഞങ്ങളുടെ ടീമായിട്ട് രാവിലെ എഴുന്നേറ്റ് കുടുംബത്തിൽ കുറേ ജോലിയൊക്കെ നോക്കിയിട്ട് കാപ്പി കുടിക്കും. ചിലപ്പോൾ ഉപവാസത്തോടെ ആയിരിക്കും ദേശങ്ങൾ ഇറങ്ങി അനേകം ആത്മകളെ നേടുവാൻ കർത്താവ് കൃപ ചെയ്തു. അനേകം ആത്മക്കൾ എവിടെയായിട്ട് ഇപ്പം അവിടെ നോക്കി എനിക്കറിയില്ല എവിടെയൊക്കെയാണെന്ന്. മുമ്പിൽ ഓരോ സ്ഥലത്തും ഓരോ സഭകളായി. അങ്ങനെ അവിടെയൊക്കെ ദൈവത്തെ ആരാധിച്ച് പോകുന്നുണ്ട്. കർത്താവിൻ്റെ എനിക്ക് നേടുവാൻ കർത്താവ് ഭാഗ്യം ഒരുക്കി തന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ അതുമായിട്ട് എനിക്ക് പൈശാചിക ബന്ധനങ്ങൾ, പരീക്ഷകൾ, പോരാട്ടങ്ങൾ ധാരാളം കടന്നു വരുന്നുണ്ടായി. പരീക്ഷാഘട്ടത്തിൽ വീണു പോകാതെ ദൈവത്തിൻ്റെ വചനം മാറ്റിവെക്കാൻ ഇടവരാതെ വണ്ണം പരീക്ഷയെ പിടിച്ചു എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിപ്പാൻ ഭാഗ്യമൊരുക്കി. അതുപോലെ കഷ്ടതകൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ ഏറെയായി എന്ന് വേണ്ട. ഞാനൊരു സുവിശേഷ വേലക്കാരൻ്റെ കൂടെ ഇല്ലാതെ വിവാഹം കഴിച്ച് പോവുകയില്ല, അല്ലെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട എന്ന് ഞാൻ ഇരിക്കാനിടയായി. അങ്ങനെ 30 വയസ്സ് തികഞ്ഞ് 31ാമത്തെ വയസ്സിലാണ് എനിക്ക് വിവാഹം നടന്നത്. അങ്ങനെ പെട്ടെന്നൊരു വിവാഹം കടന്നു വന്നു. ഒരു വിശ്വാസിയാണ്, ദൈവത്തെ പ്രാർത്ഥിക്കും, എങ്കിലും ദേശത്തിൽ ഇറങ്ങി വരുവാൻ കഴിയാത്ത അവസ്ഥ. ഞങ്ങൾ ഇറങ്ങി വിവാഹം കഴിഞ്ഞ് ഇറങ്ങി പ്രവർത്തിക്കുമായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നപ്പം എൻ്റെ ഭർത്താവ് കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോഴും ഒരു തട്ട് ചായ കടയിൽ ചായ അടിക്കുന്ന ജോലിയാണ്. കുറച്ച് ദിവസം വീട്ടിലായിരുന്നു. 2 ആഴ്ചയായി. അസുഖം കാരണത്താൽ ചൂട് പൊള്ളലുണ്ട്, ശരീരമെല്ലാം പൊള്ളി. അങ്ങനെ ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഇന്ന് പോയിട്ടുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് അധ്വാനിച്ച യേശുപ്പൻ്റെ പരിപ്രദേശങ്ങൾ അധ്വാനിച്ച അനേകം പേര് ഒരു സുവിശേഷം പറഞ്ഞ് അനേകം പേർക്കൊണ്ട് പ്രാർത്ഥിച്ചും കടന്നു ചെല്ലുന്ന കുടുംബങ്ങളിലൊക്കെയും ദൂതുവാഹിയായി കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയും പിന്നെ എനിക്ക് എൻ്റെ വിവാഹമായിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നെ ഇപ്പോൾ ഞാൻ ഒറ്റയായിരിക്കുകയാണ്. എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ്, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ്, എൻ്റെ കല്യാണം കഴിഞ്ഞ്, അങ്ങനെയൊക്കെ ആയി. ഇപ്പം അങ്ങനെയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം എനിക്ക് അധികമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെയും സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പിന്നെ ഇപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷമായി. കുഞ്ഞുങ്ങളില്ലാതെ 3.5 വർഷം.
ബുദ്ധിമുട്ട് അനുഭവിച്ച് 3.5 വർഷം പൂർത്തിയാകുമ്പോൾ ദൈവം ഒരു കുഞ്ഞിനെ തന്നു, ഒരു പെൺകുഞ്ഞാണ്. അവൾ പഠിച്ച് +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നു. പിന്നെ വിവാഹാലോചനയൊക്കെ വരുന്നുണ്ട്. നമുക്ക് സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നൊരു പരുവത്തിലായിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് കാശ് ചെലവില്ലാത്ത രീതിയിൽ ഒരു ഉറപ്പിൽ നടത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. നമുക്കിപ്പോൾ 20ാമത്തെ വയസ്സാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥ. മാസികകാരി വെള്ളത്തിൽ വീട്ടിലായിരുന്നു ഞങ്ങൾ ജീവിച്ചു പോയത്. നനഞ്ഞ് ഒലിച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നപ്പോൾ 2003 വീട് ഞങ്ങൾക്ക് അനുവദിച്ച്. അപ്പം അനുവദിച്ചപ്പോൾ ഭയങ്കര രീതിയിൽ പ്രശ്നവും പ്രതികൂലവും ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാൻ പാടില്ല എന്നുള്ളൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. അതിൻ്റെ മധ്യത്തിൽ ദൈവം വഴി തുറന്നതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പകുതി ബേസ്മെൻറ്റ് കെട്ടി ഫുള്ളായിട്ട് കെട്ടി പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുകയാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കണം, കെട്ടി പൂർത്തീകരിച്ച് കാണിച്ചാൽ അടുത്ത വീട് കിട്ടുമെന്ന്. 40,000 രൂപ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട് അല്പം ഉള്ളിലായതുകൊണ്ട് എല്ലാം ചുമന്നിറക്കണം, ചുമന്നുകൊണ്ട് അവിടെ ഇടണം. അങ്ങനെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പകുതി കെട്ടിവിട്ടിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് കെട്ടിക്കാണിച്ചാലേ അവരെ കൊണ്ടുവന്ന് കാണിച്ച് നമുക്ക് അടുത്ത വീട് പൈസ കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇത് 1 മാസം ആകാൻ പോവുകയാണ്. ദൈവമക്കളെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ചിലപ്പോൾ ചിന്തിച്ച ദൈവമേ, പരിചയമുള്ള ആരെങ്കിലും കിട്ടിയെങ്കിൽ ചെറിയ തോതിൽ അവരെ കൊണ്ടുള്ള ഒരു പിരിവെങ്കിലും ചോദിച്ച് വായിച്ചത് ചെയ്യാമായിരുന്നു. അത്ര വിഷമമായ കാര്യം. ഇപ്പോൾ ഒരു ടാർപ്പ് കെട്ടി ഞങ്ങൾ കഴിയുന്നു. ഇടിമിന്നലും മിനിഞ്ഞാന്നാണെങ്കിൽ ഇന്നലെ നല്ല ശക്തമായ ഇടിമിന്നലും കൊടുങ്കാറ്റ്, ശക്തമായ കൊടുങ്കാറ്റ്. ഒരു തെങ്ങടുത്തുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് ഇറങ്ങി ഓടാനും പറ്റില്ല. ഭയങ്കര മഴയും ഇടിമിന്നലിൻ്റെ ശക്തമായ പോരാട്ടമൊക്കെ ആയിരുന്നു. തെങ്ങ് മുറിഞ്ഞ് വീഴാതെ ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിച്ച്. അങ്ങനെ ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. ഇത്രയും വേഗം ഞങ്ങൾക്ക് കിട്ടിയ പൂർത്തീകരിച്ച് താമസിക്കുകയും ചെയ്യാമല്ലോ എന്ന് ഞങ്ങൾ ചിന്തിക്കുകയാണ്. അങ്ങനെ ദൈവമക്കളുടെ സഹായവും സ്നേഹവും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിനും ഞാനിപ്പോൾ ഇറങ്ങുന്നെങ്കിൽ ട്രാക്ട് വിതരണമുണ്ട്. വീടുകളിലൊക്കെ വിളിച്ച് പ്രാർത്ഥന നല്ല ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന കൊറോണ വന്നതിന് ശേഷം ആരും കൊറോണയ്ക്ക് ശേഷമാണ് വീട്ടിൽ വിളിച്ച് പ്രാർത്ഥന നടത്തുന്നത് എല്ലാം നിലച്ചത്. ഇപ്പോൾ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് അവിടെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ദൈവനാമം മാത്രം മഹത്വപ്പെടുത്തുന്നേ ഞാൻ പറയുന്നുള്ളൂ. ദൈവമക്കളെ എന്നെയും എൻ്റെ മോളെയും എൻ്റെ ഭർത്താവിനെ ഓർത്ത് പ്രാർത്ഥനയിൽ വഹിക്കണമെന്ന് താഴ്മയുടെ ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.